ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಅಭಿವೃದ್ಧಿಯ ಹೆಸರಿನಲ್ಲಿ ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನ ಜನತೆಗೆ ನಿರಾಕರಿಸಲ್ಪಟ್ಟ ಸಂಚಾರ ಸ್ವಾತಂತ್ರ್ಯಕ್ಕಾಗಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಕ್ರಿಯಾ ಸಮಿತಿಯ ನೇತೃತ್ವದಲ್ಲಿ ಕಳೆದ 5 ತಿಂಗಳಿನಿಂದ ನಡೆಯುತ್ತಿರುವ ಹೋರಾಟಕ್ಕೆ ಕೊನೆಗೂ ಜಿಲ್ಲಾಡಳಿತ ಎಚ್ಚೆತ್ತುಕೊಂಡು ಪರಿಹಾರ ಮಾರ್ಗಕ್ಕೆ ಮುಂದಾಗಿದೆ. ಕಾಸರಗೋಡು ಸಂಸದ ರಾಜಮೋಹನ್ ಉನ್ನಿತ್ತಾನ್, ಮಂಜೇಶ್ವರ ಶಾಸಕ ಎಕೆಎಂ ಅಶ್ರಫ್ ಹಾಗೂ ಜಿಲ್ಲಾಧಿಕಾರಿಗಳ ಸಮ್ಮುಖದಲ್ಲಿ ನಡೆದ ಸಭೆಯ ತೀರ್ಮಾನವನ್ನು ಹೆದ್ದಾರಿ ಕ್ರಿಯಾ ಸಮಿತಿ ಪದಾಧಿಕಾರಿಗಳು ಸ್ವಾಗತಿಸಿದ್ದಾರೆ. ಮಂಜೇಶ್ವರ ರಾಗಂ ಜಂಕ್ಷನ್ನ ಜನತೆಗೆ ಸುರಕ್ಷಿತವಾದ ರಸ್ತೆ ದಾಟಲು ಸೂಕ್ತ ವ್ಯವಸ್ಥೆಯನ್ನು ಕಲ್ಪಿಸಲು ಅಗತ್ಯ ಕ್ರಮ ಕೈಗೊಳ್ಳುವುದಾಗಿ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಪ್ರಾಧಿಕಾರದ ಅಧಿಕಾರಿಗಳು, ನಿರ್ಮಾಣ ಗುತ್ತಿಗೆ ಕಂಪನಿಯ ಅಧಿಕಾರಿಗಳು ಜಿಲ್ಲಾಧಿಕಾರಿ ಸಮ್ಮುಖದಲ್ಲಿ ಭರವಸೆ ನೀಡಿರುವುದಾಗಿಯೂ ರಾಷ್ಟ್ರೀಯ ಹೆದ್ದಾರಿ ಪ್ರಾಧಿಕಾರದ ಅಧಿಕಾರಿಗಳು ಯೋಜನಾ ನಿರ್ದೇಶಕರ ನೇತೃತ್ವದಲ್ಲಿ ಸ್ಥಳಕ್ಕೆ ಭೇಟಿ ನೀಡಿ ನಿರ್ಮಾಣಕ್ಕೆ ಅಗತ್ಯ ವ್ಯವಸ್ಥೆ ಕಲ್ಪಿಸಲು ತ್ವರಿತ ಕ್ರಮ ಕೈಗೊಳ್ಳುವುದಾಗಿ ಭರವಸೆ ನೀಡಿರುವುದಾಗಿ ತಿಳಿದುಬಂದಿದೆ. ಸಂಸದರು, ಶಾಸಕರು ಹಾಗೂ ಜಿಲ್ಲಾಧಿಕಾರಿ ಸಮ್ಮುಖದಲ್ಲಿ ನಡೆದ ಸಭೆಯಲ್ಲಿ ಕ್ರಿಯಾ ಸಮಿತಿ ಪದಾಧಿಕಾರಿಗಳಾದ ಜಕರಿಯಾ ಶಾಲಿಮಾರ್, ಅಶ್ರಫ್ ವಡಾಜೆ, ಹನೀಫಾ ಸುರಬಿ, ಜಬ್ಬಾರ್ ಬೆಹರೀನ್, മനോഹർ ಮೊದಲಾದವರು പാൽക്കൊണ്ടിದ್ರು. എന്റെ മണ്ഡലത്തിൽ ഹൈവേയുടെ വർക്ക് നടക്കുന്നതിന്റെ ഭാഗമായി വ്യാപകമായി പല പ്രശ്നങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കുറേയൊക്കെ പരിഹരിച്ചുവെങ്കിലും മഞ്ചേശ്വരം റെയിൽവേ സ്റ്റേഷൻ, മഞ്ചേശ്വരം ഗോവിന്ദപ്പൈ കോളേജ്, ആരാധനാലയങ്ങൾ, ലോ കോളേജ് ഒക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മഞ്ചേശ്വരം രാഗം ജംഗ്ഷൻ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 150ാമത്തെ ദിവസത്തിലേക്ക് സമരം കടക്കുകയാണ്. ഞങ്ങളൊക്കെ നിരന്തരമായി വിസിറ്റ് ചെയ്തതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യ MP ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താന്റെ നേതൃത്വത്തിൽ കാസർകോട്ടെ കളക്ടർ ശ്രീ ഇമ്പശേഖരന്റെ സാന്നിധ്യത്തിൽ ഇന്നലെ കളക്ടറേറ്റിൽ സമരസമിതിയുടെ ആളുകളുടെ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ചർച്ച നടത്തുകയും ഒരു ഫുഡ് ഓവർ ബ്രിഡ്ജ് ഓൾറെഡി പ്രഖ്യാപിച്ചതാണ്. ഞാൻ തന്നെ സമരപന്തലിൽ പോയി പ്രഖ്യാപിച്ചതാണ്. അവിടെ അണ്ടർപാസ് സൗകര്യം ഒന്നുകൂടി പരിശോധിക്കാൻ PD അടക്കമുള്ള ടീമിനെ പരിശോധിക്കാൻ വേണ്ടി ഇന്നലത്തെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായും അവിടെ എന്തായാലും നാട്ടുകാരുടെ, എന്റെ പ്രിയപ്പെട്ട ആ പ്രദേശത്തെ നാട്ടുകാരുടെ ആവശ്യം പരിഗണിക്കാനുള്ള നിരന്തര ശ്രമത്തിലാണ് ബഹുമാന്യ MP MLA അങ്ങനെയൊക്കെ ഞാനും. ഞങ്ങൾ എന്തായാലും അതിനു വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും കിട്ടിയ വാക്കുകളൊക്കെ ആശ്വാസകരമാണ്, പ്രതീക്ഷ പകരുന്നതാണ്. ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ 18/7/2024 നടന്ന യോഗത്തിൽ വളരെ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു തീരുമാനമുണ്ടായത് അറിയിക്കുകയാണ്. മഞ്ചേശ്വരം ദേശീയപാതയിൽ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ടാക്കുന്നതിന് വേണ്ടി ജനങ്ങൾക്ക് സഞ്ചരിച്ച് ഇരുഭാഗത്തും കടക്കുവാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടി അണ്ടർപാസേജ്, നടപ്പാത ഉണ്ടാക്കിത്തരുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ജനപ്രതിനിധികളുടെ യോഗത്തിൽ NH ഉൾപ്പെടെയുള്ള അധികാരികൾ, അതുപോലെ കരാർ കമ്പനിയുടെ അധികൃതർ പങ്കെടുത്ത യോഗത്തിൽ ദേശീയപാത ആക്ഷൻ കമ്മിറ്റിക്ക് ഉറപ്പ് ലഭിച്ചിരിക്കുകയാണ്. പ്രോജക്ട് ഡയറക്ടറുടെ നേതൃത്വത്തിൽ ഏറ്റവും അടുത്ത ദിവസം മഞ്ചേശ്വരം സ്ഥലം സന്ദർശിക്കുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ള ഉറപ്പ് കഴിഞ്ഞ ദിവസം കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ കിട്ടിയിരിക്കുകയാണ്. റഹ്മാൻ ഉദ്യാവര, V4 ന്യൂസ്, മഞ്ചേശ്വര.